Hi, this is our Web Designing for Beginners video series in the 4th video. Now, we will talk about how our website content create. Now, web designing initial setup domain name and hosting buy WordPress install SSL certificate install videos. If you have a description video link in channel Web Designing for Beginners playlist sequence site. Now, we will web pages create. That is, we will website home page, about us page, services page, contact us page. Now, this is many pages we can create. Home page or services page we can about me, my works, these pages. Now, this domain name under pala web pages in the collection of website. Okay? Now, we will create page pages create one page content add doubts because process is easy creative content create text item, image item, video item, audio item, content create again doubt text image post image post video create video upload doubts again this is easy this process is easy simple ready so here I am Shamir and welcome to the video. Define our website goal. That is, we website create this website we goal achieve the correct idea. That is, the user website what information a user a user action website correct idea. ഉദാഹരണത്തിന് we e-commerce website ആണെങ്കിൽ ആളുകൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരണം അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റ് ബൈ ചെയ്യണം ഒരു സർവീസ് ബേസ്ഡ് വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മുടെ സർവീസിനെ കുറിച്ച് അവർ അറിയണം അതുപോലെ ഒരു കോളോ ഒരു ലീഡോ എന്തെങ്കിലും നമുക്ക് കിട്ടണം ആൻഡ് ഒരു ബ്ലോഗിംഗ് വെബ്സൈറ്റ് ആണെങ്കിലോ കൂടുതൽ റീഡേഴ്സ് വേണം കുറേ വെബ്സൈറ്റ് ട്രാഫിക് വേണം അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രിപ്ഷനും വേണം അപ്പോൾ ഇങ്ങനെ ഓരോ വെബ്സൈറ്റിനും ഓരോരോ ഗോൾ ഉണ്ടായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വെബ്സൈറ്റിന്റെ ഗോൾ correct understand cheya angane nammada website goal namukku understand cheyidine shesham next endana understand our target audience adayathu ella product service ellarkum venda oro product num oro service num oro karyangalkum adindeyadaya users undu appo ivarne nammal kandupidikka appo avarude age ethrayana avaru edu location il unnulla aalukalana avaru interest endokkeyana avarude gender edana angane avare nammal target audience ne kurichittulla oru clear picture nammal undaki vekka അതിനുശേഷം അവർക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവരുടെ മനസ്സിൽ ഈ ഒരു സർവീസിനെ കുറിച്ച് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിഗർ ഔട്ട് ചെയ്യുക എന്നിട്ട് അതിനുള്ള ആൻസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ആയിട്ടും ഇമേജ് ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് പ്രോസസ്സ് ഈസിയാണ് നമ്മുടെ വെബ്സൈറ്റ് ഗോൾ നമ്മൾ മനസ്സിലായി നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാന്ന് നമ്മൾ മനസ്സിലായി അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ടെക്സ്റ്റ് ആയിട്ടും ഇമേജ് ആയിട്ടും വീഡിയോ ആയിട്ടും ഓഡിയോ ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒന്നാമതായി ടെക്സ്റ്റ് കോണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ കുറേ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് സിമിലർ ആയിട്ടുള്ള വെബ്സൈറ്റിൽ പോയിട്ട് അതിലെ കോണ്ടന്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് പേസ്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലൊരു പ്രാക്ടീസ് അല്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗൂഗിൾ സെർച്ചിലൊക്കെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് വളരെ മോശമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ കുറേ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാം എന്നിട്ട് നമ്മുടേതായ രീതിയിൽ നമുക്ക് ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം അതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം നമ്മൾ കുറേ കടിച്ചാൽ പോടാതെ ഇംഗ്ലീഷൊക്കെ കയറ്റി കുറേ പരത്തി എഴുതാതെ കൺസൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് അതായത് ഗ്രാമർ പ്രോബ്ലം ആവും അതുപോലെ സ്പെല്ലിംഗ് പ്രശ്നമാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അതുപോലെ ഗ്രാമർലി എന്നുള്ള ടൂളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ഇമേജ് കോണ്ടന്റ് അപ്പോൾ നമ്മുടെ സൈറ്റിലൊരു പിക്ചർ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും കുറേ ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്ത് ഇമേജാണ് വേണ്ടത് അത് സെർച്ച് ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും
അപ്പോൾ ഇങ്ങനെ ചെയ്യാനും പാടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്ന എല്ലാ ഇമേജും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് അലൗഡ് അല്ല. നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് പിക്ചേഴ്സ് ഇല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ ഫ്രീ ആയിട്ട് ഇമേജ് കിട്ടുന്ന ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. അതായത് pixabay.com, pixels.com, freepic.com, unsplash.com, canva.com ഇങ്ങനെ ഒരുപാട് സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ സൈറ്റ്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള പിക്ചർ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി, ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഫയൽ സൈസുള്ള ഇമേജ് ഒന്നും നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 150 KB അതുപോലെ അതിൻ്റെ മേലേക്കൊക്കെ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡിനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മാക്സിമം ഒരു 150 KB 100 KBയുടെ താഴത്തേക്കുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ റീനെയിം ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഇമേജ്. അതായത് കുറേ ഇമേജൊക്കെ നമ്മൾ കാണാറുണ്ട് 1, 2, 3 അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പേരാവും ഇമേജിന്. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ നമ്മുടെ കീവേഡൊക്കെ ആ ഇമേജിന് ഒരു നെയിം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് ഗൂഗിൾ ഇമേജ് സെർച്ചിലൊക്കെ നമ്മുടെ ഇമേജ് വരാൻ സാധ്യതയുണ്ട്. അതുവഴി നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് കിട്ടാനും സാധ്യതയുണ്ട്. അടുത്തതായി വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം വീഡിയോ നല്ല എൻഗേജ്മെൻ്റ് ഉള്ള ഒരു കോണ്ടന്റ് ടൈപ്പാണ്. ബട്ട് എല്ലാവരുടെ കയ്യിലും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറയും അതുപോലെ ടൂൾസ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈവൻ ദോ എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ എന്നത് അറ്റ്ലീസ്റ്റ്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മൾ വീഡിയോ എടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് മൊബൈൽ ആപ്സ് അവൈലബിൾ ആണ്. ഇൻഷോട്ട്, കൈൻ മാസ്റ്റർ, പവർ ഡയറക്ടർ. അപ്പോൾ ഇതുപോലുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് വളരെ ഈസിയായി സിമ്പിളായിട്ട് ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ അല്ല, നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ, ഒരു വീഡിയോ ടൈപ്പ് വേണമെങ്കിൽ canva.com പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ആ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു ബിഗിനർ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ മുതൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേജസ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം, അതായത് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.